പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനത്തെ കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ വിലയേറിയ ദാസിദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. 1-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഒരാളിൻ്റെ ഭാവി കൃത്യമായി കാണുവാനും ഒരു കാര്യത്തിൻ്റെ അന്ത്യം നന്നായിരിക്കുമോ എന്ന് പൂർണ്ണമായി ഗ്രഹിക്കുവാനും ആർക്കും കഴിയുകയില്ല. ആകെ നമ്മുടെ ഭാവി ശുഭപ്പെട്ടിരിക്കുവാനും നാം നടക്കേണ്ടുന്ന വഴിയെ നമ്മെ നടത്തുവാനും ദൈവത്തിൻ്റെ പക്കൽ ആലോചനയുണ്ട്. സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച ആലോചന നിനക്ക് പറഞ്ഞു തരും. ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നിൽ ആരുടെയെങ്കിലും ആലോചനയുടെ സ്വാധീനതയുണ്ടായിരിക്കും. എല്ലാ മനുഷ്യരുടെയും സ്വഭാവങ്ങൾ ഒരുപോലെയല്ല. ചിലർ ആരോടും അഭിപ്രായം തേടാതെ സ്വയം ചില നിഗമനങ്ങളിലും തീരുമാനങ്ങളിലും എത്തുന്നവരായിരിക്കും. മറ്റു ചിലർ സ്വയമായി ഒരു തീരുമാനവും എടുക്കുവാൻ ശേഷിയില്ലാതെ മറ്റുള്ളവരുടെ ആലോചനയ്ക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും. വേറെ ചിലർ ആലോചനയ്ക്ക് അനുസരിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവരും അതിനായി ആലോചന അറിയിക്കുന്നവരുടെ അടുക്കൽ പോകുകയോ അല്ലെങ്കിൽ അവരെ വരുത്തി ദൂത് കേൾക്കുകയോ ചെയ്യുന്നവരായിരിക്കും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ചില ഗുണവും ദോഷവും ഉണ്ട് താനും. നാം ആരോടും ആലോചന ചോദിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുവാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് പ്രവർത്തിച്ചാൽ പൂർണ്ണനാശമായിരിക്കും അതിൻ്റെ ഫലം. ദൈവത്തെ സേവിച്ചിട്ടും താൻ ആഗ്രഹിച്ചതൊന്നും പ്രാപിക്കാതെയും ആഗ്രഹിക്കാത്ത പല തിന്മകളും ജീവിതത്തിൽ നേരിടുകയും ചെയ്തപ്പോൾ ആസാബ് ദൈവസന്നിധിയിൽ ചെന്ന് അവൻ ദൈവത്തോട് പരാതി പറയുവാനിടയായി. ദൈവവുമായുള്ള സംഭാഷണത്തിൽ തനിക്ക് ലഭിച്ച അരുളപ്പാട് ഈ വിധമായിരുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. പത്രോസ് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും നിരാശനായി തീർന്ന തൻ്റെ ജീവിതവും പടകിൻ്റെ ശൂന്യതയും അടുത്ത പ്രഭാതത്തിൽ യേശു പ്രവേശിക്കുകയും പടകിൽ ഇരുന്ന് ജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അനന്തരം യേശുവിൻ്റെ ആലോചന അനുസരിച്ച് ആഴത്തിലേക്ക് നീക്കി വലയെറിഞ്ഞപ്പോൾ പടക് മുങ്ങുമാറ് മീൻ ലഭിക്കുവാനിടയായി. ആകയാൽ പ്രിയ ദൈവവൈതലേ, ഇതിലെ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് നാം പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അത്ഭുതം ദർശിക്കുവാൻ കഴിയും. പലരുടെയും ആലോചന മുഖാന്തരം കുടുംബജീവിതങ്ങൾ തകർന്നവർ എത്രയോ പേരാണ്. ആത്മാവില്ലാത്തവരുടെ ആലോചന മുഖാന്തരം ആത്മീയ ജീവിതവും തകർന്നു പോയവർ അനേകരുണ്ട്. പ്രിയ ദൈവവൈതലേ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ദൈവാലോചനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകൾക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ലോക മനുഷ്യരുടെ ആലോചനകൾക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ ആത്മാവിൻ്റെ ആലോചനയ്ക്കായി നമ്മെ ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാനിടയാകും. ദൈവാലോചനകൾക്ക് വിരുദ്ധമായി, പ്രാർത്ഥനകൾക്ക് വിരുദ്ധമായി, വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആലോചന കേട്ട് നിന്റെ ആത്മീയ ജീവിതത്തെ തകർച്ചു കളയാതെ ഇന്ന് പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്ന ദൈവവേദലേ, സ്വത്രം കഴിഞ്ഞ നാളുകളിൽ മാനുഷികമായ ആലോചന കേട്ട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതം ദൈവാലോചനകൾക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവാലോചന നിന്നെ ദൃഷ്ടി വെച്ച് നടത്തുകയും നിന്നെ ഉയർച്ച പ്രാപിക്കുവാൻ സ്വത്രം ഇടയാക്കുകയും ചെയ്യുന്ന നല്ല ആലോചനകൾക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ആരും നടക്കാതെ, പാപികളുടെ വഴിയിൽ ആരും നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ആരും ഇരിക്കാതെ,
ഈ ദിവസങ്ങളിൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് ആമേൻ ഭാഗ്യവാന്റെ പട്ടികയിൽ എണ്ണുവാനും ദൈവാലോചനകൾക്ക് കീഴ്പ്പെട്ട് ആമേൻ ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഒരുക്കേണ്ടതിനായി ആമേൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ, ഞങ്ങളും ഒരു കാലഘട്ടങ്ങളിൽ ആമേൻ ഇതേ മേഖലകളിൽ കൂടി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിൽ നിന്നും ആമേൻ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്നും ഞങ്ങൾ ജീവിച്ച ഒരു കാലത്തെ ഞങ്ങൾ ഓർക്കുന്നു. അതിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് ദൈവകൃപയും ഞങ്ങളെ നിർത്തി ദൈവാലോചനകൾക്ക് അതീതമായി ഞങ്ങളെ കർത്താവെ അത്ഭുതകരമായി ദൈവം നടത്തിയ ആ വൻകരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതം എല്ലാ ദൈവദാസിദാസന്മാരെ അത്ഭുതകരമായി മാനിച്ചാദരിച്ച് അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, അകറ്റമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.